ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ഭൂമിയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ഭൂമിയിൽ തന്നെ ഒരു അപ്പനും അമ്മയും ഉണ്ടായിരിക്കും. എന്നാൽ അങ്ങനെയല്ലാത്ത ഒരു അസാധാരണ സംഭവം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നടന്നു. ഭൂമിയിൽ ഒരു സ്ത്രീക്ക് മാത്രമായി ഒരു കുഞ്ഞ് പിറന്നു. ആ കുഞ്ഞിൻ്റെ പിതൃത്വം ദൈവത്തിൻ്റേതായിരുന്നു. അത് അങ്ങനെ സംഭവിക്കുമെന്ന് പ്രവചനങ്ങളുണ്ടായിരുന്നു. സ്ത്രീയുടെ സന്തതിയെന്ന് ആദ്യമായി പറഞ്ഞത് ദൈവം തന്നെ. കേൾക്കൂ സഹോദരങ്ങളെ. ഉൽപ്പത്തി 3:15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാചായ സർപ്പത്തോട് ദൈവം പറയുന്നതാണിത്. അവിടെ ഒരു പുരുഷനെ പറ്റിയും പറഞ്ഞിട്ടില്ല. പിശാചിൻ്റെ തല തകർക്കുന്ന ആ സന്തതി യേശു തന്നെ. സങ്കീർത്തനം 2:7 ഒരു വാക്യമുണ്ട്. കേൾക്കൂ. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ ഇരുമ്പുകോൽ കൊണ്ട് തകർക്കുകയും കുശവൻ്റെ പാത്രം പോൽ ഉടയ്ക്കുകയും ചെയ്യുന്ന ഒരു പുത്രനായ യേശുവിനെ കാണുന്നുണ്ട്. ആ പുത്രനെ ചുംബിക്കുന്നവനും ശരണം വയ്ക്കുന്നവനും ഭാഗ്യവാനായി തീരുമെന്നും പറയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 7:14 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും. യേശു ജനിച്ചതിന് ശേഷം മത്തായി 1:22-23 സുവിശേഷകൻ പറയുന്നത് കേൾക്കൂ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. മത്തായി 1:20 മുതൽ വായിച്ചാൽ ഇത് ഇങ്ങനെ സംഭവിച്ചുവെന്ന് വ്യക്തമാകും. ഇങ്ങനെ പ്രവചനങ്ങളും പ്രവചന പൂർത്തീകരണങ്ങളൊക്കെ നാം കണ്ടുവല്ലോ. ആരാണ് യേശുവിൻ്റെ പിതാവെന്നും സ്ത്രീയുടെ സന്തതിയായി യേശു ഭൂമിയിൽ പിറന്നത് എങ്ങനെയെന്നും മുകളിലെ വചനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. സ്ത്രീയുടെ സന്തതി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സ്ത്രീയെ ദൈവം തിരഞ്ഞെടുത്ത സമയത്ത് വരും വരായികകളൊന്നും ഗണ്യമാക്കാതെ അനുസരണയോടെ ആ സ്ത്രീ അത് ഏറ്റെടുത്തു. ലൂക്കോസ് 1:38. അതിന് മറിയം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആദ്യത്തെ സ്ത്രീയായ ഹവ്വ അനുസരണക്കേട് കാണിച്ചപ്പോൾ മറിയം അനുസരിച്ചു. അങ്ങനെ യേശു ഭൂമിയിൽ പിറന്നു. അത്യത്ഭുതകരമായ സംഭവം. കൃപ ലഭിച്ചവളും ഭാഗ്യവതിയും അനുസരണയുള്ളവളുമായ മറിയം ഹവ്വയെ പോലെ തന്നെ ഒരു സ്ത്രീയാണ്. യേശു ജീവിച്ചിരുന്ന നാളിൽ അമ്മയെ അനുസരിച്ചിട്ടുണ്ടെന്ന് കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ ആ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂത്ത മകനാണ് യഹൂദ നിയമം അനുസരിച്ച് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത്. അതിനാൽ കുരിശിൻ ചുവട്ടിൽ മറിയത്തെ തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിക്കുന്നതായും കാണാം. ഒരമ്മയോടുള്ള എല്ലാ കടമകളും യേശുവിന് മറിയത്തോടുണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ഹൃദയത്തിൽ ആ അമ്മ ആരെപ്പോലെയായിരുന്നുവെന്ന് ഏതാനും ബൈബിൾ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ഒരിക്കൽ യേശുവിനെ കാണാൻ അമ്മയും സഹോദരന്മാരും വന്നപ്പോൾ ഒരു വലിയ പുരുഷാരം യേശുവിന് ചുറ്റുമുണ്ടായിരുന്നു. ശിഷ്യന്മാർ യേശുവിനോട് അമ്മയും സഹോദരന്മാരും കാണാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ പ്രതികരണം കേൾക്കൂ. മാർക്കോസ് 3:33-34-35. അവൻ അവരോട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. അല്ലാതെ എൻ്റെ അമ്മയ്ക്ക് നിങ്ങൾ പ്രത്യേക സ്ഥാനം കൊടുക്കണമെന്ന് യേശു പറഞ്ഞില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്കൊപ്പമാണ് യേശു തൻ്റെ അമ്മയ്ക്കും സ്ഥാനം കൊടുത്തിരിക്കുന്നത്. യേശു ജനത്തോട് ഉപദേശിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ പുരുഷാരത്തിൽ നിന്ന് ഒരു സ്ത്രീ പറയുന്ന കാര്യം ലൂക്കോസ് 11:27 കേൾക്കൂ. ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞത് മനുഷ്യരായ നാം എല്ലാം ചിന്തിക്കുന്ന കാര്യം തന്നെ. അതിമികവുള്ള മനുഷ്യരെ കാണുമ്പോൾ അവരുടെ മാതാപിതാക്കൾ എത്ര ഭാഗ്യമുള്ളവർ എന്ന് ഒരു വേള നാം ചിന്തിച്ചു പോകും. ആ ചിന്ത സ്ത്രീ ഉറക്കെ പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ യേശു നൽകുന്ന മറുപടി കേൾക്കൂ. ലൂക്കോസ് 11:28. അതിനവൻ, അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. യേശുവിന് ഈ സന്ദർഭത്തിൽ
അതെ, അമ്മ ഭാഗ്യവതി തന്നെയാണെന്ന് പറയാമായിരുന്നില്ലേ? പക്ഷെ ആ ഭാഗ്യ പദവിക്കൊപ്പം ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരെയും കൂട്ടി ഈ കാര്യങ്ങളൊന്നും നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. ദൈവവചനം മുത്താണ്. ബൈബിളിൽ ഓരോ വചനവും ഓരോ മുത്താണ്. നമ്മുടെ ആവശ്യാനുസരണം ഓരോന്ന് തള്ളിക്കളഞ്ഞ് ഇഷ്ടമുള്ളതിനെ മാത്രം ചേർത്ത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട രീതിയിലേ സ്ഥാനം കൊടുക്കാവൂ. യോഹന്നാൻ 14:6 യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് എത്തുന്നില്ല. ഈ വചനം നന്നായി ധ്യാനിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 പറയുന്നത് കേൾക്കൂ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. വേറെ ഏതെങ്കിലും നാമം ഉപയോഗിച്ചാൽ അത് മറ്റേതെങ്കിലും ലക്ഷ്യത്തിനു വേണ്ടിയായിരിക്കും. 1 തിമോത്തിയോസ് 2:5-6 കേൾക്കും. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഇത്ര വ്യക്തമായ വചനങ്ങൾ ബൈബിളിലുണ്ട്. ശിഷ്യന്മാർ മറ്റാർക്കും പ്രത്യേക സ്ഥാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. യേശുവും ആരോടും നിഷ്കർഷിച്ചിട്ടുമില്ല. എന്നാൽ നാം ബൈബിളിൽ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അബ്രാഹാം, മോശ, ജോസഫ്, ദാനിയേൽ, ശമൂവേൽ, യേശുവിൻ്റെ അമ്മയായ മറിയം എന്നിവരൊക്കെ അതിൽപ്പെടുന്നു. അതിൽ ഞാൻ ഏറ്റവും അനുകരിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ അമ്മയായ മറിയത്തെ തന്നെയാണ്. പക്ഷേ യേശു ആഗ്രഹിക്കാത്ത ഒരു സ്ഥാനവും മറിയത്തിന് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എഫേസ്യർ 5:16 കേൾക്കൂ, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. പലരും പലതും പറയും സഹോദരങ്ങളെ. നമുക്ക് ആധികാരികമായൊരു സത്യവേദ പുസ്തകമുണ്ട്. പണ്ട് ചുരുളുകളിലുമൊക്കെയായി എഴുതി മനുഷ്യർ അത് വായിക്കാൻ എത്ര കഷ്ടപ്പെട്ടിരുന്നു. ഇന്നാകട്ടെ നമ്മുടെ വിരൽത്തുമ്പിൽ. ആരെതിർത്താലും അത് വായിക്കാൻ എല്ലാവർക്കും സാധിക്കും. ബുദ്ധിഹീനരാകാതെ ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്നറിയാൻ ഏവർക്കും ഇടവരട്ടെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.